അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ചക്കള്ളക്കൊക്കെ എന്ന സിനിമയാണ്. ബ്രില്യന്റിന് അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല, കാരണം അത്രമാത്രം മ്യൂസിക്കലി ആ പടത്തെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. പൂന്തണലിൽ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സ്പീഡായിട്ട് അസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ പോകുന്ന ഒരു ട്രാൻസ്, ഫോക്ക് ട്രാൻസ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചേർന്നത്. ട്രാക്ക് എൻറ്റേർലി ട്രാക്കുകൾ മാറ്റണം, അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. എല്ലാവരും വിളിക്കുമ്പോഴും ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു 4 മണിക്കൊക്കെ വിളിക്കുമ്പോഴും ഒരു കോൺഫറൻസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓൺ ആയിരിക്കും. അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ വർക്ക് ചെയ്തത്. പൊന്നുണ്ണി പൂങ്കരളേ പോണയും പൊൻകതിരേ. CPX ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ടു, അഞ്ചക്കള്ളക്കൊക്കാൻ എന്നാണ് ആ സിനിമയുടെ പേര്. അത് കണ്ടിറങ്ങിയവരും കണ്ടുകൊണ്ടിരുന്നവരൊക്കെ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിലെ മ്യൂസിക് ഡയറക്ടറെ കണ്ടാവുന്ന കൊള്ളാണ്. കാരണം അത്രമേൽ ഗംഭീരമായിരുന്നു ആ സിനിമ. അദ്ദേഹത്തിനെ പറ്റി പുറകോട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ അദ്ദേഹം ചെയ്ത പാട്ടുകൾ ഓരോരുത്തരുടെയും നാവിലുണ്ടാവും. അങ്ങനെ നിങ്ങളെ അറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾ കേട്ട് പരിചയപ്പെട്ട പാട്ടുകളുടെയൊക്കെ പുറകിൽ പ്രവർത്തിച്ച ആ മ്യൂസിക് ഡയറക്ടറാണ് ഞാൻ പറയുന്നത്, മണികണ്ഠൻ അയ്യപ്പ. വെൽക്കം ടു ഷോ. താങ്ക്സ് സോ മച്ച്. ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അഞ്ചക്കള്ളക്കൊക്കാൻ എന്ന സിനിമയാണ്. ബ്രില്യന്റിന് അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല, കാരണം അത്രമാത്രം മ്യൂസിക്കലി ആ പടത്തെ ഭയങ്കരമായിട്ട് ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എത്തരത്തിലുള്ള ഒരു എങ്ങനെയാണ് സിനിമ വന്നതെന്നും സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ട് എന്താണെന്നുള്ളതൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആദ്യം എങ്ങനെയാണ് അതിന്? ആദ്യം പറഞ്ഞാൽ ഞാനും ചെമ്പൻചാണ്ടിൻ്റെ ബ്രദർ ഉല്ലാസ് ചെമ്പൻ, പുള്ളിയായിട്ട് പരിചയപ്പെടുന്നത് ജോഷ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത് മുഖാന്തരമാണ്. അതിനുശേഷം പാമ്പിച്ചി എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിമുണ്ട്, സിനിമ പാരഡൈസോടെ അതിൽ റിലീസ് ചെയ്തു. ആ വക്ക് തൊട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് സംസാരിക്കുന്നതും. അവർക്ക് പുള്ളി ഓസ്ട്രേലിയയിലായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ വീഡിയോ കോള് വഴിയാണ് ആദ്യം കാണുന്നതും. ഈ പാമ്പിച്ചി എന്ന് പറഞ്ഞ വർക്കിൻ്റെ ഒരു 90% ഞങ്ങൾ വീഡിയോ കോളിലിരുന്ന് ചർച്ച ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. പുള്ളിക്കത് ഓൾറെഡി എൻ്റെ മുന്നുള്ള വർക്കുകളൊക്കെ കുറച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്ക് ഓൾറെഡി എന്നോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എനിക്കും പുള്ളിയായിട്ട് സംസാരിച്ചപ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നല്ല ഒരു എളുപ്പം തോന്നിയിട്ടുണ്ടായിരുന്നു. പാമ്പിച്ചി വർക്ക് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ നല്ലൊരു ആത്മബന്ധമായി. പിന്നെ സിനിമാ കാര്യങ്ങൾ അങ്ങനെ ഈ ഒരു സിനിമയെ കുറിച്ചല്ലാതെ മറ്റു കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത്. അങ്ങനെ ചർച്ച ചെയ്തിട്ട് അതിൻ്റെ ഇടയിലാണ് പറയണത് ഒരു സിനിമ വരുന്നുണ്ട്, നമുക്കിത് കഴിഞ്ഞിട്ടൊരു പാമ്പിച്ചിയുടെ ഫൈനൽ സ്റ്റേജിൽ വെച്ചിട്ടാണ് പറയണത് ഒരു സിനിമ ഉണ്ട്. പിന്നെ വളരെ പെട്ടെന്നാണ് ഈ പേരടക്കം. ഈ പേര് അപ്പം തന്നെ വെൽ പ്ലാൻഡാണ്. ഉല്ലാസ് ചെമ്പൻ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർക്ക് വളരെ കൃത്യമായിട്ട് ഈ സിനിമയെ കുറിച്ച് തുടക്കം തൊട്ടേ ധാരണയുണ്ടായിരുന്നു. ആദ്യമായിട്ട് സ്റ്റോറി പറയുമ്പോൾ തന്നെ ഞാനും എഡിറ്റർ രോഹിത് കൂടിയിട്ടാണ് അങ്കമാലിയിൽ സ്റ്റോറി കേൾക്കണത്. അങ്ങനെ പാമ്പിച്ചി ഷോർട്ട് ഫിലിം കഴിഞ്ഞതിന് ശേഷമാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ പാമ്പിച്ചിയിലെ ആ ഒരു വർക്കിൻ്റെ എന്താ പറയുക, ആ ഒരു കൊളാബറേഷൻ ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്ക്. ഇതിൻ്റെ ഒരു മിനി സ്ക്രിപ്റ്റ് പോലെ ആണോ വരുന്നത് പാമ്പിച്ചി? കാരണം ഇതിൻ്റെ മ്യൂസിക് സെൻസ് നോക്കുവാണെങ്കിൽ ഏറെക്കുറെ അതുമായിട്ട് ബന്ധിപ്പിക്കാമെന്ന് തോന്നുന്നു പാമ്പിച്ചിയായിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നോ ശരിക്കും ഇതിൻ്റെ പ്രീ റീല് പോലെ ഒരു പരിപാടി? ഇത് ആക്ച്വലി ഇതിലെ മെയിൻ ഇതിലെ കുറച്ച് ട്രാക്കുകൾ തന്നെ ഞങ്ങൾ മുന്നേ തന്നെ, അതായത് പ്രീ പ്രൊഡക്ഷൻ സമയത്ത് തന്നെ ട്രാക്കുകളൊക്കെ മേക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തുമ്പി എന്ന് പറഞ്ഞിട്ടൊരു ഇതിലൊരു പ്രധാനപ്പെട്ട ട്രാക്ക്, അത് ഓൾറെഡി ഞാൻ കുറെ മുമ്പ് ചെയ്ത് വെച്ചൊരു ട്രാക്കാണ്. അപ്പോൾ ഉല്ലാസ് ബ്രോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ട്രാക്കാണ്. ഇത് നമുക്ക് എങ്ങനെയാലും നമ്മുടെ പടത്തിൽ കൊണ്ടുവരണം. അപ്പോൾ പുള്ളി ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് ഫൈറ്റിനകത്താണെന്നും പിന്നെ ഇത് ഫൈറ്റിൽ നല്ല രസമായിട്ട് പോകും. 7.5 മിനിറ്റാണ് സോങ് ശരിക്കും. അതിങ്ങനെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്ത് പോകുന്ന ഒരു സ്പീഡായിട്ട് അസെൻഡിങ് ഓർഡറിൽ ഇങ്ങനെ പോകുന്ന ഒരു ട്രാൻസ്, ഫോക്ക് ട്രാൻസ് എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചേർന്നത്. അപ്പോൾ അത് അതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇടി. അപ്പോൾ ഇടിയും അതിനനുസരിച്ച് ഗ്രാജുവലി ഏറ്റവും അവസാനം ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ഒരു പീക്ക് ലെവലിൽ എത്തിയിട്ട് അവസാനിക്കുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ തന്നെയാണ് സിനിമയിൽ. അത് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ പറയുന്ന സമയത്ത് തന്നെ ഈ ഇങ്ങനെ പറയുന്നത് അവിടുത്തെ BGM അടക്കമാണ് എനിക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഉല്ലാസ് ചെമ്പന് കറക്റ്റായിട്ട് ഇതിലെ എവിടെയൊക്കെ കറക്റ്റ് BGM വേണം എന്നുള്ളത് പ്ലേസ്മെന്റുകൾ കറക്റ്റായിട്ട് അറിയാമായിരുന്നു. എന്ത് വേണമെന്ന് തീരുമാനിക്കാനുള്ള ഫ്രീഡം എനിക്ക് തന്നു.
പിന്നെ അധികം ഒരു എന്താ പറയുക തീരെ മാച്ച് അല്ലാത്തൊരു മിസ്മാച്ച് വന്നിട്ട് ട്രാക്ക് എൻറ്റേർലി ട്രാക്കുകൾ മാറ്റണം അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഞാൻ ഏകദേശം എൻ്റെ ഒരു ആദ്യത്തെ ഒരു ട്രാക്ക് ഞങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ തന്നെ പുള്ളി അതിൽ ഓക്കെയാണ്. അപ്പം അങ്ങനെ ഒരു സിങ്ക് ഇതിൽ വർക്കായിട്ടുണ്ട് ശരി. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടർ എന്ന ഇതിൽ ഞാൻ വേറൊരു പാട്ടിലാണ് എനിക്കൊരു ജാസ് മിക്സ് എവിടെയോ ഫീൽ ചെയ്ത പോലെ, ജാസിൻ്റെ ഒരു സാധനം എനിക്ക് ഇതിൽ ഈ ഗില്ലാപ്പികളുടെ തീമൊക്കെ ഉദ്ദേശിച്ചത് എനിക്ക് തോന്നുന്നത്, അതായത് ഈ ക്വിന്റൻ ടറാന്റിനോ സിനിമകളുടെയൊക്കെ ഒരു എല്ലാവരും ഇപ്പോൾ സിനിമ കാണുന്നവരായിരിക്കാം. അപ്പോൾ ഈ സ്പഗാറ്റി വെസ്റ്റ് അങ്ങനെ ഞാൻ ഒരു പർട്ടിക്കുലർ ജോണറോ അല്ലെങ്കിൽ അതൊന്നും ഞാൻ പറയണില്ല. എന്തായാലും വെസ്റ്റേൺ സിനിമകൾ കണ്ടിട്ടുള്ള ആ ഒരു ഇത് ഇഷ്ടം പോലെ സിനിമകൾ ഉല്ലാസിൻ്റെ അത്രയൊന്നും നമ്മൾ സിനിമകൾ കണ്ടിട്ടില്ല. കാരണം കൃത്യമായിട്ട് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറുടെ പേര് എല്ലാം പുള്ളിക്ക് അറിയാം. നമ്മളും കാണാൻ ശ്രമിക്കുന്ന ഒരാൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പുള്ളി പറയുമ്പോൾ ഓരോ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കും റെഫറൻസ് ബേസിക്കലി ഈ ഒരു സിനിമ എടുത്ത് റെഫറൻസ് അങ്ങനെ പറഞ്ഞിട്ടില്ല. മൊത്തത്തിൽ നമ്മുടെ ഇവിടുത്തെ സിനിമകളെ താരതമ്യം ചെയ്യാതെ നമുക്ക് ഒരു പുറത്തുള്ള ഒരു വെസ്റ്റേൺ സിനിമകളുടെ ഒരു രീതിയിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ ഒരു മ്യൂസിക് എടുത്തിട്ട് ഞാൻ കേൾപ്പിച്ചില്ല. മൊത്തം ടോട്ടലി കണ്ടുവെച്ച സിനിമകളും ഈ ടറന്റീനോ പുള്ളിയുടെ ഒക്കെ സിനിമകളുടെ ഒരു കണ്ട അനുഭവങ്ങളും അതൊക്കെ വെച്ചിട്ട് പൾപ്പ് ഫിക്ഷൻ പോലത്തെ പടങ്ങളൊക്കെ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിനിമയെന്ന് ഇങ്ങനെ എടുത്തല്ല, അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പിന്നെ നമ്മുടെ സിനിമയുടെ റീലൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ കുറേ ആവർത്തി കണ്ടതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ ഇഷ്ടത്തിന് ചെയ്ത് വെച്ചിട്ട് ഓരോ ട്രയൽ ട്രാക്കുകളും ഉണ്ടാക്കും. അങ്ങനെ ശരിക്ക് ഒരു 10-30 ട്രാക്കോളം ഉണ്ടാക്കി. അതായത് ഓരോ ക്യാരക്ടർ വൈസ്. ഇപ്പോൾ വസുദേവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനൊരു ട്രാക്ക് ഉണ്ടാക്കും. വസുദേവൻ്റെ ബാലൻ ആ ഒരു കുട്ടിക്കാലം അങ്ങനെയൊക്കെ പേരുകൾ ഇട്ടിട്ട് ഇത് എന്നിട്ട് അങ്ങോട്ട് അയച്ചു കൊടുക്കും, പുള്ളിക്ക് അയച്ചു കൊടുക്കും. പുള്ളി അവിടെ ഷൂട്ടിലൊക്കെ ആയിരിക്കാം, ഷൂട്ടിൻ്റെ സമയത്തൊക്കെ പുള്ളി നോക്കിയിട്ട് ഇത് വസുദേവൻ്റെ കാലത്തേക്ക്. അപ്പോൾ സിനിമയുടെ ഒരു ഏകദേശം എനിക്ക് ഒരു സ്ട്രെയിറ്റ് ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യല്ലാതെ എനിക്കൊരു ഫ്രീഡം തന്നിരിക്കുക. നീ ഇതിലെ ക്യാരക്ടേഴ്സൊക്കെ എങ്ങനെയാണ് നിൻ്റെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ് തന്നെ എന്നുള്ളത് ഇങ്ങോട്ട് അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. പുള്ളി അത് അധികം അങ്ങനെ ഈ ക്യാരക്ടറിന് വേണ്ടി ഞാൻ ചെയ്ത ഒറ്റ മ്യൂസിക്കും പുള്ളി ഒരു മിസ്മാച്ചായിട്ട് പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാതും പുള്ളി അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെ പുള്ളി സിനിമയാണെങ്കിലും ശരിയാണ്. ഇപ്പം നമ്മളെ സ്ഥിരം കണ്ടുവരുന്ന മലയാള സിനിമയിൽ നിന്ന് വ്യത്യാസപ്പെടുന്ന ഭയങ്കര ഈ നമ്മൾ വെളിയിലത്തെ സിനിമ നോക്കുവാണെങ്കിൽ ഈ എന്താണ് വല്ല മരുഭൂമിയിലൊക്കെ ഒറ്റയ്ക്ക് മറ്റേ ഗണ്ണൊക്കെ ആയിട്ട് പോയി നിൽക്കുന്ന കൗബോയ് സെറ്റപ്പുള്ള ആ ഒരു ഇതാണെങ്കിലും അതേപോലത്തെ ഒരു ടെറൈനാണ്. ഒരു ഓറഞ്ച് ടിൻ്റൊക്കെ ചേർന്നൊരു ഫ്രെയിം മറ്റേ സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് മ്യൂസിക്കലി ഇതിനകത്ത് എടുത്തു പറയാൻ തോന്നിയ കാര്യം ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഫോക്ക് ടച്ച്ഡ് ആയിട്ടുള്ള മോഡേൺ ഇൻസ്ട്രുമെൻസും മോഡേൺ എന്താണ് ഈ ജാസ് അങ്ങനെയുള്ള പരിപാടികളൊക്കെ മിക്സ് ചെയ്തിട്ട് ആണ് ചെയ്തേക്കുന്നത്. അത് തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ഇങ്ങനെ തരിക്കും. അപ്പം ഇതിനകത്തെ മിക്സിങ് പരിപാടികൾ എങ്ങനെയാണ് എവിടെ വെച്ചിട്ടൊക്കെയാണ് വന്നിട്ടുള്ളത്? അത് ഞങ്ങൾക്ക് ഇപ്പോൾ നമ്മളിവിടെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടില്ല, നമ്മുടെ ടെക്നിക്കൽ സൈഡ് എനിക്ക് വേണ്ടത്ര ഒരു എന്താ പറയുക ഫ്രീഡം ആ ഒരു കാര്യത്തിലും കൂടി തരണം. അതായത് നല്ല ഔട്ട് എടുക്കുക. പിന്നെ ഉല്ലാസ് ബ്രോയ്ക്കും ഭയങ്കര ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മുടെ ഫിലിം ടെക്നിക്കലി നല്ല ടൈറ്റ് ആയിരിക്കണം. ഇതെല്ലാവരും പിന്നെ എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നുള്ളത് പുള്ളിക്ക് അറിയാം. അങ്ങനത്തെ ഒരു ടീമിനെ തന്നെയാണ് പുള്ളി ബിൽഡ് ചെയ്ത് ഞങ്ങളൊക്കെ ചേർത്ത് ഞങ്ങളൊക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത് തന്നെ ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. രോഹിത് ആയാലും സൗണ്ട് അരുൺ ആയാലും അരുൺ മോഹൻ അർമോ ഇങ്ങനെ ഞങ്ങളുടെ ടീം മൊത്തം എല്ലാവരും വിളിക്കുമ്പോഴും ആരും ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഞങ്ങളൊരു 4 മണിക്കൊക്കെ വിളിക്കുമ്പോഴും ഒരു കോൺഫറൻസ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഓണായിരിക്കും. അങ്ങനെ ഇരുന്നിട്ടൊക്കെയാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്തൊക്കെ വർക്ക് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഹാർഡ് വർക്കിംഗ്. പിന്നെ എല്ലാവർക്കും ഈ സിനിമ നന്നായി കാണണം എന്നുള്ളൊരു കൃത്യമായൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ലാതെ ഇതൊരു ജോബായിട്ട് എടുത്തിട്ട് ആരും ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഫൈനൽ ഔട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു നല്ല ക്വാളിറ്റിയിൽ വേണം എന്നുള്ളതൊരു തീരുമാനം ഉണ്ടായിരുന്നു. അത് എനിക്ക് പ്രൊഡക്ഷൻ്റെ ഭാഗത്തു നിന്ന് അത് കിട്ടി. ഫൈനൽ മിക്സ് നമ്മുടെ അന്നപൂർണ്ണ സ്റ്റുഡിയോയിൽ, അതായത് ഇവിടെ തന്നെ ഒരു ഏറ്റവും മികച്ചൊരു സ്റ്റുഡിയോയിൽ തന്നെ കണ്ണൻ ഗണപതി എന്ന് പറഞ്ഞ ടോപ്പായിട്ടുള്ളൊരു ഫൈനൽ മിക്സ് എഞ്ചിനീയറിങ് കിട്ടി. അങ്ങനെ ഈ ഫൈനൽ മിക്സിൻ്റെ ക്വാളിറ്റി
നല്ല രീതിയിൽ നമ്മളെ ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് അറിയണ്ടേ, ഈ സിനിമ നമ്മൾ കാണുമ്പോൾ സിനിമയിലെ ക്യാരക്ടേഴ്സിൻ്റെ മാസ് കാണിക്കാനായിട്ട് വരുമ്പോൾ സ്ലോ മോഷനും ക്യാമറ വർക്കുകളും എഡിറ്റിംഗ് ഒക്കെ നടക്കുമ്പോഴും അതിനകത്ത് എന്താ പറയുക നട്ടലായിട്ട് നിൽക്കുന്ന മ്യൂസിക്കാണ്. അത് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ ഈ സീൻ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ലാതാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഇങ്ങനൊരു മ്യൂസിക് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ഒരു ഫോക്ക് ടച്ചുള്ള സാധനം കൊടുക്കാം, അതെങ്ങനെയാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ആ സമയത്ത് ചിന്തിച്ചെടുക്കുന്നത്? ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ വെസ്റ്റേൺ സിനിമകളുടെ OSTs ഇറങ്ങുമല്ലോ. ഈ OSTs ഭയങ്കര നമ്മൾ ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ മിക്കവാറും OSTs നമ്മളെടുത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവും ശരിക്കും ആ സിനിമയിലെ എല്ലാ സീനുകളും നമുക്ക് ആ OSTs കേൾക്കുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിതിലൊരു താല്പര്യം ഉണ്ടായിരുന്നു, ഇതിന് എങ്ങനെ ഒരു OST വേണം നമ്മുടെ പടത്തിന്. നമ്മുടെ പടത്തിലെ ഓരോ സീനുകൾ ആ ക്യാരക്ടേഴ്സ് കേൾക്കുമ്പോൾ അതിനൊരു ട്രാക്ക്, കറക്റ്റായിട്ടൊരു ട്രാക്ക് ഉണ്ടെങ്കിൽ, അല്ലാതെ നോർമൽ ഒരു ത്രില്ലർ സിനിമ പോലെ ആ സിറ്റുവേഷൻ ബേസിൽ അനുസരിച്ച് ഇങ്ങനെ പോകുന്നൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ അല്ലാതെ ഈ ക്യാരക്ടർ വൈസ് ഒക്കെ ആയിട്ട് ഇത് മൊത്തം എടുത്ത് വെച്ചാലും കുറച്ച് ട്രാക്കുകൾ വേണം. അതിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്നാലും കേൾക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിലേക്ക് പോകാൻ സാധിക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് OSTകൾ ഉണ്ടാക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. അപ്പോൾ സിനിമ റീല് കിട്ടുന്നതിനേക്കാൾ മുന്നേ തന്നെ ഞാൻ 2-3 ട്രാക്കുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ക്ലൈമാക്സ് ഫൈറ്റിനകത്ത് 2-3 സീനിൽ കിടക്കുന്നത് എനിക്ക് ഈ സ്റ്റോറി പറഞ്ഞ അറിവ് മാത്രം. അതായത് ഉല്ലാസ് ബ്രോ ഇവിടെ അങ്കമാലിൽ വെച്ചിട്ട് സ്റ്റോറി ഫുള്ള് പറഞ്ഞതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കമ്പ്യൂട്ടറിന് മുന്നിലിരുന്ന് ഞാൻ അങ്ങനെ ഇരുന്ന് എൻ്റേതായ രീതിയിൽ ചെയ്തു വെച്ച കുറച്ച് ട്രാക്കുകൾ അത് ഞാൻ എന്നിട്ട് നമ്മുടെ അർമ്മോയും ഉല്ലാസ് ബ്രോയും കൂടി എൻ്റെ വീട്ടിലേക്ക് വന്ന അന്ന് ഞാൻ ഒന്നുമില്ല, റീലൊന്നും ആയിട്ടില്ല, ഫസ്റ്റ് റീലിൻ്റെ ഒക്കെ എഡിറ്റ് നടക്കണുള്ളൂ. ആ സമയത്ത് വെറുതെ ചുമ്മാ ഒരു വീട്ടിൽ വന്ന സമയത്ത് ഞാൻ കുറച്ച് ട്രാക്കുകൾ കേൾപ്പിച്ചു തരാം. നമ്മുടെ സിനിമേനെ അങ്ങനെ വെറുതെ മനസ്സിൽ കണ്ടിട്ട് നമ്മൾ ചെയ്തു വെച്ച ട്രാക്കുകൾ പറഞ്ഞാൽ ആ ട്രാക്കുകളെല്ലാം എല്ലാം വർക്കാണ്. ഇത് നമുക്ക് ഈ ഭാഗത്ത് വെക്കാം, ഇത് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം. അങ്ങനെ എൻ്റെ ക്യാപ്പബിലിറ്റി കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു ടീമിൽ ചെന്ന് പെട്ടതാണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയുടെ ഔട്ട്പുട്ടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിജയം. മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിജയം എന്ന് പറയുന്നത് അതാണ്. അതായത് എനിക്കെന്ത് സാധിക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഈ സിനിമ സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് അവരുടെ മുഖത്തുനിന്ന് എനിക്ക് വായിക്കാൻ പറ്റും. പിന്നെ ഞാൻ എന്തെങ്കിലും പേടിക്കണം, പിന്നെ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളൊരു കാര്യമാണ്. ഇൻസ്ട്രുമെന്റേഷൻ ആയാലും എനിക്ക് ഡൗട്ട് വരാത്തത് അതാണ്. ഞാനിപ്പോൾ ഒരു ചെല്ലോ മാത്രം ഒരു ഭാഗത്ത് ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ അത് ഞാൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമെന്ന് പുള്ളിക്കും അറിയാം. അപ്പോൾ അങ്ങനെ പിന്നെ വല്ലാതെ ഞാൻ ക്ലംസി ആയിട്ട് ചില ട്രാക്കുകളൊക്കെ ഇടുമ്പോൾ ഇതിന് കുറച്ച് ട്രാക്കുകൾ കുറച്ചോ നമുക്ക് കേൾക്കാൻ, അങ്ങനത്തെ ഒരു സജഷൻസ് അല്ലാതെ പുള്ളി ഞാൻ ഉദ്ദേശിച്ച തോട്ട് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. അത് കാരണം സുഖമായിരുന്നു. എനിക്കൊന്ന് കഴിഞ്ഞ വർഷത്തെ എന്താ പറയുക സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അവാർഡുകൾ തൂർത്തുകാരിയൊരു സിനിമയുണ്ട്, പല്ലൂട്ടി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ, അതിൻ്റെ പാട്ടുകാരനാണ് മികച്ച പാട്ടുകാരനായിട്ട് ഗായകനായിട്ട് തിരഞ്ഞെടുക്കുന്നതൊക്കെ. അത് അതിനകത്തൊരു പാട്ടുണ്ട്, പല്ലൂട്ടിയിൽ ഒരു പാട്ടുണ്ട്, പിള്ളേരുടെ ഒരു പാട്ടുണ്ടല്ലോ, കുട്ടികളുടെ. ആ പാട്ടിനകത്ത് യൂസ് ചെയ്തേക്കുന്ന പിള്ളേരുടെ തന്നെ ഇൻസ്ട്രുമെന്റേഷൻ പരിപാടികൾ അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്, കൊട്ടുന്ന പരിപാടികളും. അത് ഡബ്ബ ബീറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു ടീമാണ്, കുട്ടികളുടെ. അവർ ക്ലബായിട്ട് ഈ എന്താ പറയുക പഴയ പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് അതിൽ കൊട്ടിയിട്ട് അവരാദ്യം വൈറലായതാണ് അനിരുദ്ധിൻ്റെ ഒക്കെ ഷെയറൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ ആ ടീമിനെ കൊണ്ട് നമ്മുടെ പാട്ടിനകത്ത് പെർക്കഷൻ ഭാഗത്തിൽ ഞാൻ ഉൾപ്പെടുത്താൻ മാക്സിമം നമ്മുടെ ആളുകളെ തന്നെ ഉൾപ്പെടുത്താൻ പല്ലൂട്ടിയിൽ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട്. സായിക്കട പ്രത്യേകം പറഞ്ഞിട്ട് അത് ആ പാട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മീൻസ് അതിൻ്റെ പ്രൊക്കഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമുക്കിങ്ങനെ കേൾക്കാത്ത കുറേ ഇൻസ്ട്രുമെന്റ് എനിക്ക് അവരുടെ അതേ ടൂൾസ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. നമ്മളതിൻ്റെ മേക്കിംഗ് വീഡിയോ എന്തോ കണ്ടിട്ടുണ്ട്. അത് തന്നെ അവരുടെ സാധനങ്ങൾ ഐറ്റംസ് മാത്രമേ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ നമ്മളൊരു ടോട്ടലി അത് സോങ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സിന്തസൈസറൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കറക്റ്റ് അഞ്ചകള നോക്കാനകത്ത് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് റയർ ആയിട്ടുള്ളത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ ക്യൂക്ക പോലത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കുറച്ച്, അതായത് ആഫ്രിക്കൻ ഇൻസ്ട്രുമെന്റ്സ് കുറച്ചുണ്ട്. ബെരിമ്പാവോ ഒക്കെ ത്രൂ ഔട്ട് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ. പിന്നെ എല്ലാം എടുത്ത് പറയാം, എല്ലാം
പിന്നെ കുറേ VST-കൾ വെച്ചിട്ട് ഉള്ളത്. പിന്നെ ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് കുറച്ച് ഇൻസ്റ്റൻസ് ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ അവർക്ക് വേണ്ട ഇപ്പൊ മഞ്ഞുമല്ലാണെങ്കിലും സുഷിൻ ഇങ്ങനെ ഒരു ഇൻസ്ട്രുമെന്റ് ആ സാധനം കിട്ടാനായിട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ടോ? അത് വീട്ടിൽ തന്നെ ഉണ്ട് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് റെന്റിന് കൊടുക്കണ പരിപാടി ഉണ്ട് എൻ്റെ ചേട്ടൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻസ്ട്രുമെന്റ്സ് ഈ ഫോക്ക് ഇൻസ്ട്രുമെന്റ്സ് കിട്ടാൻ വേണ്ടി ഞാൻ അലഞ്ഞു നടക്കേണ്ട കാര്യമില്ല, തൊട്ടപ്പുറത്ത് വീട്ടിലേക്ക് പോയാൽ. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് ഇതിൽ ഇഴാറൊക്കെ അത്യാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മുടെ ഇതിലെ ഫോക്ക് ഇഴാറാന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെന്റ് ഉണ്ട്, അതിൻ്റെ ഒരു ചേട്ടൻ തന്നെയാണ് ഇതിൽ പ്ലേ ചെയ്തിട്ടുള്ളത്. അത് അത്യാവശ്യം ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. റയറായിട്ട് ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷെ ഇതെല്ലാം ഇതിൽ നമ്മുടെ അഞ്ചക്കള്ളക്കൊക്കാനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പം ഈ ഹാപ്പി പറഞ്ഞ ബെരുമ്പാവൊക്കെ ആയാലും അതിനൊന്നും മാറ്റം വരുത്തിയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുമിച്ച്. അതെ അതെ, ഒരു ചെറിയൊരു എന്താ പറയാ ടോൺ വ്യത്യാസം. ഇത് വലിയ സംഭവമായിട്ട് പറയണതല്ല, ഇതെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് സിമ്പിൾ ആയിട്ടിരുന്ന് ചെയ്തുണ്ടാക്കിയതാണ്. ഇതൊക്കെ ഇങ്ങനെ തപ്പി പിടിച്ച് ഇതെല്ലാവരും ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ റയറായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ശൈലിയിൽ നിന്ന് മാറാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഉറപ്പായിട്ടും അത് വർക്കായിട്ടുണ്ട്. അതാണ് സിനിമ നമ്മൾ കണ്ടോണ്ടിരിക്കുമ്പോൾ നമുക്കിങ്ങനെ ഓരോ ഇൻസ്ട്രുമെന്റ് കേൾക്കുന്നുണ്ട്, പക്ഷെ എന്ത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. നമുക്ക് അതിനെപ്പറ്റി അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ഭയങ്കര രസമായിട്ട് അതിനകത്തോട്ട് മിങ്കിളായി പോകുന്നുണ്ട്. എനിക്കിനി അറിയാനുള്ളത് അത് പറയുമ്പോൾ തന്നെ ഈ ബെരുമ്പാവ് പോലത്തെ ഇൻസ്ട്രുമെന്റിന്റെ ഇടയിൽ നമ്മൾ പുള്ളോർക്കുടം, നമ്മുടെ പുള്ളോർക്കുടം, തുടി ഇതും കൂടെ മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഈ വസുദേവന്റെ ഒക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു പ്രത്യേകതയുണ്ട്, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് ആഫ്രിക്കൻ എന്ന് പറയുമ്പോൾ ആഫ്രിക്കൻ മാത്രമല്ലാതെ അതിന്റെ ഇടയിൽ നമ്മുടെ തുടിയും ഇഴാറാതെ പോലത്തെ ഇൻസ്ട്രുമെന്റും കൂടി വരുമ്പോ പുള്ളോർക്കുടം ഒക്കെ വരുമ്പോ വേറൊരു എല്ലാത്തിൻ്റെ ഒക്കെ ഒരു സ്വഭാവമൊക്കെ ഒരുപോലെ തന്നെയാണ് രാജ്യങ്ങൾ മാറിയത് യൂസ് ചെയ്യുന്ന പരിപാടിക്ക്. എനിക്ക് ഈ ഒരു നാടൻ ഇതുണ്ടല്ലോ, അതിപ്പം ഒരു മ്യൂസിക് ഡയറക്ടറിനെ സംബന്ധിച്ച് ചില മ്യൂസിക് ഡയറക്ടേഴ്സ് അവരുടെ വർക്കുകൾ കാണുമ്പോൾ നമുക്കറിയാം ഇതാണ് ഈ ഒരു റൂട്ട് വരുമ്പോഴേ അറിയാം ഇന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇത് ഇന്ന ആളാണ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി ഇപ്പോൾ ഒരുപാട് സാങ്കേതിക വിദ്യകളുണ്ട്, ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും പരിപാടികളൊക്കെ നമുക്ക് എവിടെ നിന്ന് വേണം ക്ലബ് ചെയ്തിട്ട് ചെയ്യാനുള്ള ഇതൊക്കെയുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ വളർച്ചയുണ്ടല്ലോ, അതായത് ഇതിനെപ്പറ്റിയൊക്കെ ഒരു അറിവ് ഉണ്ടാവണം. പിന്നെ പുതിയൊരു സാധനം എനിക്കറിയത്തില്ല എത്ര ഉണ്ടാക്കാൻ വരുന്നത്, നമുക്ക് എവിടെയെങ്കിലും കേട്ട സാധനമല്ലേ നമുക്കും പിന്നീട് അതിനകത്തോട് ആഡ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ ശരിക്കും എവിടെ നിന്നാണ് നടക്കുന്നത്? അത് ഓൾറെഡി ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മള് പലതരം ജോണറിലുള്ള പാട്ടുകൾ കേൾവി തന്നെയാണ് ഏറ്റവും വലിയ ഗുരു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ ഒരാൾ പറഞ്ഞെന്ന് വെച്ചിട്ട് ചെയ്യണേക്കാളും നമ്മൾ ഒരുപാട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാതും നമ്മുടെ കയ്യിലുള്ള കഴിവും ആ കേട്ട കഴിവും അല്ല കഴിവുള്ളവർ പ്രസന്റ് ചെയ്ത രീതിയോ എല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കേൾവി തന്നെ നമുക്ക് അത്യാവശ്യം ഒരു ജഡ്ജ്മെന്റ് കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നമ്മളും എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പരീക്ഷിച്ച് കിട്ടിയ അറിവുകൾ മാത്രമാണ് ഇത്. ഞാൻ പറയണില്ല എനിക്കിപ്പോൾ ഒരു നോളജായി അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഓർക്കസ്ട്രേഷൻ ഈ ഒരു ലെവലിൽ എനിക്ക് എല്ലാം സെറ്റായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം വെച്ചാൽ അത് എത്ര നോക്കിയാലും എന്നെക്കാളും നന്നായി ചെയ്യുന്ന വ്യക്തികളെ ഇങ്ങനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. ഇപ്പൊ എനിക്ക് ജസ്റ്റിൻ വർഗീസിന്റെ ഒക്കെ പരിപാടി അടിപൊളിയാണ്. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ഓരോ വർക്ക് കഴിയുമ്പോൾ ജസ്റ്റിനെ വിളിച്ച് പറയും, ജസ്റ്റിൻ ഇപ്പൊ ഇത് കണ്ടിട്ട് ജസ്റ്റിൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു സന്തോഷമുള്ള മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഈ റയറായിട്ടുള്ള എന്താ പറയാ പരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ ഒരുപാടുണ്ട് ഇപ്പോ. അപ്പൊ അവരുടെ ഒപ്പം ഇങ്ങനെ സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരാള് അത്ര തന്നെ. നമ്മളതിന്റെ ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യം പറയാം. നമ്മള് വെളിയിൽ നിന്ന് കുറച്ച് ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് പ്ലേ ചെയ്തേക്കുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണോ? അതിൽ ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും സെറ്റപ്പ് മണികണ്ഠൻ എന്ന മ്യൂസിക് ഡയറക്ടർ ഇട്ടിട്ടുണ്ടോ? അത് നമ്മള് ഗില്ലാപ്പികളുടെ എൻട്രി ഭാഗത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു മൗത്ത് ഓർഗൻ പീസ്. അത് ഉല്ലാസിന് നിർബന്ധമായിരുന്നു ഒരു മൗത്ത് ഓർഗന്റെ ഒരു പരിപാടി നമുക്ക് എവിടെയെങ്കിലും വേണമെന്നുള്ളത്. അങ്ങനെ മരിയൻ തെച്ചുക്ക് എന്ന് പറഞ്ഞൊരാള്, പുള്ളിയാണ്. പിന്നെ ഉക്രൈനൊരു സിംഗർ ഗബ്രിയൽ അനാമൻ, പുള്ളിയാണ് ഇതിലെ റാപ്പ് പോർഷൻസ് ഒക്കെ എഴുതി ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുള്ളി അങ്ങനെ രണ്ടുപേരും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് പുറത്തുനിന്ന്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ ഇന്ത്യൻ പയേഴ്സാണ്. ഇതേരാജ് ബാബു എന്ന് പറഞ്ഞ ആള് ട്രംപറ്റ്,
സുമേഷ് പരമേശ്വർ ഗിറ്റാർ, നമ്മുടെ ടോപ്പ്, നമ്മുടെ കേരളത്തിൽ എൻ്റെ ഒട്ടും നമ്മുടെ പല്ലുട്ടിക്കകത്തൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള സുമേഷ് ഏട്ടൻ. പിന്നെ ആൽബിൻ ഷെല്ലോ, കുറച്ച് ഭാഗങ്ങളുള്ളൂ സോളോ ഷെല്ലോ ഉപയോഗിച്ചിട്ടുണ്ട്. ആൽബിൻ എന്ന് പറഞ്ഞ പുള്ളി. ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ നിർത്തിയത്. ബാക്കി ഇതിൻ്റെ കീബോർഡ് പ്രോഗ്രാമിങ് മൊത്തം ഞാൻ തന്നെയാണ്. സർവശ്രീ അതിൻ്റെ ഏകദേശം പ്രീമിക്സും എൻ്റെ വീട്ടിൽ തന്നെ നടന്ന് ചെയ്തത്. വീട്ടിൽ തന്നെ സ്റ്റുഡിയോ ഉണ്ട്, അപ്പോൾ എം സ്റ്റുഡിയോസ് എന്നുള്ള പേരില്ല. അപ്പോൾ അവിടെയാണ് ഇതിൻ്റെ ഒരുവിധ റെക്കോർഡിങ്സും പരിപാടികൾ ചെയ്തിട്ടുള്ളത്. ചില ഇൻസ്ട്രുമെൻറ്റ്സ് മാത്രം നമ്മൾ എറണാകുളത്ത് NSQയിൽ മ്യൂസിക് ലോഞ്ചിലൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ML. അപ്പോൾ ഈ ആസ് ആൻ ആർട്ടിസ്റ്റ്, മ്യൂസിക് ഡയറക്ടറിന് അപ്പുറം ഒരു ആർട്ടിസ്റ്റ് എന്നൊരു ഇതിനോട് അടങ്ങാത്ത ആഗ്രഹമുള്ള ഒരാളെ ഇപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പാട്ട് പാടുന്ന കാര്യത്തിലാണെങ്കിലും സ്വന്തം പാട്ട് പറഞ്ഞ് എന്നോട് സംസാരിച്ചപ്പോൾ അത് എത്ര മാത്രം ഉണ്ട്? സ്വന്തം പാട്ട് അത് ഞാൻ പാടിയത് തന്നെ, ഞാൻ തന്നെ ഇങ്ങനെ ട്രാക്ക് പാടി വെച്ച് ഞാൻ തന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിത് വേറെ ആൾ പാടിയത് ശരിയാവില്ല എന്നുള്ളൊരു തോന്നൽ വരും, സ്വാർത്ഥത. അത് ഞാനിങ്ങനെ വിചാരിക്കുന്നു, വേറെ ആളെ കൊണ്ട് ഒരു വട്ടം ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ ചില ഹമ്മിങ്ങുകളും കാര്യങ്ങളൊക്കെ വേറെ ഒരാളെ കൊണ്ട്. അപ്പോൾ എന്തോ എനിക്കങ്ങനെ തൃപ്തിയാവും. അപ്പം അങ്ങനെ വെക്കാത്ത സാധനങ്ങളൊക്കെ എൻ്റെ വോയിസ് തന്നെ ഇടും. ഫീമെയിൽ വോയിസ് നമുക്ക് പറ്റൂല. അപ്പോൾ ഇതിനകത്ത് ഒരു ക്യാബറേ സോങ് പോലെ ഒരു സോങ് ഇവര് മറ്റേ ഗില്ലാപ്പീസിൻ്റെ തന്നെ ഒരു, പിന്നെ ഇതിലൊരു ഫൈറ്റ് സീനിനകത്തും ഒരു വെറുതെ ഒരു പഴയകാല ഒരു സോങ് ഇട്ടിട്ടുണ്ട്. അത് ഫീമെയിൽ ട്രാക്കാണ്. അത് കൃഷ്ണ അരുൺ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ സിംഗർ, പുള്ളിക്കൊരു ചാൻസ് കൊടുത്ത്. മുന്നേ അറിയാവുന്നതാണ്, നന്നായി പാടുന്നൊരു കുട്ടി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു അതുകൊണ്ടൊരു ഫീമെയിൽ ഇതിൽ വന്നു. അല്ലെങ്കിൽ മൊത്തം മെയിൽ ഞാൻ തന്നെ അടിച്ചിറക്കിയാണ്. പിന്നെ ഉള്ള വേറെ കാര്യം, തുമ്പി എന്ന് പറഞ്ഞ ട്രാക്ക് എൻ്റെ വീടിനടുത്ത് തന്നെ തുമ്പിത്തുള്ളൽ പറഞ്ഞിട്ട് ഓണത്തിന് നടത്തുന്നൊരു കലാരൂപമാണ്. അപ്പോൾ അതിന്ന് അവര് ഒരുമിച്ചിരുന്ന് പാടുമ്പോൾ ഞാൻ അവരെ സ്റ്റുഡിയോയിലേക്ക് റെക്കോർഡ് ചെയ്യാൻ വിളിച്ചിട്ട് റെക്കോർഡ് ചെയ്തപ്പോൾ അത് അത്ര വർക്കായില്ല. അവരൊരു പേടിച്ച് കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊരു ഐറ്റമായിട്ട് ചെയ്യണതാണ്. അവര് നാട്ടുമ്പുറത്ത് വട്ടം കൂടി ഇരുന്നിട്ടുള്ള ഒരു തുമ്പിത്തുള്ളൽ പരിപാടി. അത് ഒരിക്കലും റെക്കോർഡിങ് സ്റ്റേജിൽ വരുമ്പോൾ അവർ അത്രയും രസമായിട്ട് ചെയ്യില്ല. അവർ ആ ലൈവായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള ഒരു ഇത് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അവരെ അങ്ങനെ തന്നെ ഇരുത്തിയിട്ട് ഒരു തരത്തിലും ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ റെക്കോർഡ് ചെയ്യണില്ല എന്നുള്ളൊരു പേരിൽ റെക്കോർഡ് ചെയ്തെടുത്താണ് ഇതെല്ലാം. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ചെയ്തത്. അപ്പോൾ അവർ ആ സ്ട്രെസ് ഇല്ലാതെ മൈക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് അവർ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയിട്ട് പരാജയപ്പെട്ടതാണ്. അപ്പോൾ അത്ര ഒരു ടൈറ്റ് കിട്ടാത്തതുകൊണ്ട് അങ്ങനെ എടുത്തൊരു റഫ് ട്രാക്കാണ് ശരിക്കും അത്, ഒരു 2 ട്രാക്ക്. അത് എടുത്തിട്ട് അത് സെപ്പറേറ്റ് ട്രാക്കുകളോ കൂടുതൽ മൈക്ക് ചെയ്ത് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ആ ട്രാക്കിനെ പ്രോസസ്സ് ചെയ്ത് നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ തുമ്പി എന്ന് പറഞ്ഞ ട്രാക്ക് ഉണ്ടാക്കിയത്. മാളു എന്ന് പറഞ്ഞ ചേച്ചി, പിന്നെ ഒരു 4-5 പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സിനിമയിലൊരു ഒരു സിനിമ പിന്നണി ഗാന രംഗത്തേക്കായി. അതുപോലെ നമ്മുടെ ഗില്ലാപ്പി സോങ്ങിൽ ശ്രീരാഗ് രവീന്ദ്രൻ, ശ്രീഹരി രവീന്ദ്രൻ, അഭിജിത്ത് മണികണ്ഠൻ എന്ന് പറഞ്ഞിട്ട് 3 പേരുണ്ട്. അവരാണ് അതിൽ മലയാളം റാപ്പുകൾ, കുമ്പാരി എന്ന് പറഞ്ഞ റാപ്പ് പുള്ളിയാണ് ഇതിൽ മലയാളം റാപ്പുകൾ ചെയ്തിട്ടുള്ളത്. മാധവൻ കിഴക്കേടത്ത് എന്ന് പറഞ്ഞ ആളാണ് ഇതിലെ മറ്റു വരികൾ എഴുതിയിട്ടുള്ളത്. നന്ദകുമാർ കഴിമ്പുറം എന്ന് പറഞ്ഞൊരു പുള്ളിയുടെ കുറച്ച് വരികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പൊറാട്ട് നാടകത്തിൻ്റെ, അതായത് പാലക്കാട് പൊറാട്ടിലെ ഒരു ഗാനം ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ കറക്റ്റായിട്ട്. അഞ്ചക്കള്ളക്കൊക്കാൻ പൊറാട്ട് അത് ഉല്ലാസ് തന്നെയാണ് അതിൻ്റെ ആളുകളെ സംസാരിച്ച് ശരിയാക്കിയത്. ഞാൻ പോയി റെക്കോർഡ് ചെയ്തെടുത്തു. ഞാൻ തന്നെ അവരുടെ ലൈവ് ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് നമ്മളതൊരു സീക്വൻസിൽ അത് കാണിക്കുന്നുണ്ട്. പാലക്കാട് ഭാഗത്തെ പൊറാട്ട്. നമ്മുടെ തൃശ്ശൂരും ഉണ്ട് ശരിക്ക് പൊറാട്ട് നാടകം ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ അടുത്ത് നമ്മുടെ തൃശ്ശൂരത്തെ പൊറാട്ടിലെ ഒരു ഭാഗം എൻ്റെ ഒരു ചെറിയച്ഛനായിട്ട് വരുന്ന ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയെ കൊണ്ടും പാടിച്ചിട്ടുണ്ട് ഞാൻ ഇതിനകത്ത്. അത് തൃശ്ശൂർ ഭാഗത്ത് പൊറാട്ട് നാടകം നടന്നിരുന്ന ആ ഒരു സ്ലാങ്ങിലുള്ള ഒരു സോങ്ങിൻ്റെ കുറച്ച് വരി. പിന്നെ പാലക്കാട് പൊറാട്ട് നമ്മളൊരു ഫുൾ സോങ് ഏകദേശം ഉണ്ട്. അതൊക്കെ ട്രാക്കുകളൊക്കെ ഇപ്പോൾ വരും. ഇതൊക്കെയാണ് മ്യൂസിക്കലി നമ്മൾ ചെയ്ത് കുട്ടി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അടിപൊളിയായിട്ട് എനിക്ക് ഞാൻ ഒരുപാട് കേട്ട് പാടിയ പാട്ടാണ് പൂതലിലെ പാട്ട്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പാടാമോ?
വണ്ടോടിൻ വടിവിലഴും നീലക്കല്ലോലകളിൽ മാന്തളിരിൻ തൂവെള്ളി ചെറുമുല്ലപ്പൂമുനയാൽ പൂന്തണലിൽ ചെറുകാറ്റത്തിവിടയിരുന്നെഴുതാലോ പൊന്നുണ്ണി പൂങ്കരളെ പോനണയും പൊൻകതിരെ പൊന്നുണ്ണി പൂങ്കരളെ പോനണയും പൊൻകതിരെ കിളിവാതിലിൽ കൂടിത്തൂറു കണ്ണും പായിച്ചു പകലൊക്കെ പാർക്കുന്നു പൂതൻ. ഇത് കുറച്ച് ഹൈ ആണത്. ഞാൻ ഭയങ്കര അത് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ സമയത്ത് ഒരുപാട് കേട്ടതാണ്. ഇതൊക്കെ നമ്മുടെയും ഭാഗ്യമാണ് ഇങ്ങനെയൊക്കെ ഇരുന്ന് കേൾക്കാൻ പറ്റുക എന്നുള്ളതും ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുക എന്നുള്ളതും. അപ്പം മണികണ്ഠൻ അയ്യപ്പൻ എന്ന പേര്, അല്ലെങ്കിൽ മണികണ്ഠൻ അയ്യപ്പ എന്ന ഈ പേര് നമ്മുടെ ഇൻഡസ്ട്രിയിലും മൊത്തത്തിൽ അറിയപ്പെടട്ടെ, നല്ല നല്ല വിവരങ്ങളിൽ എത്തട്ടെ, ഇനിയും ഇതുപോലുള്ള നല്ല സിനിമകളുടെ ഭാഗമായിട്ട് കാണാൻ പറ്റട്ടെ എന്ന് അറിയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ സെഷൻ. അഞ്ചകള്ളക്കോക്കാൻ എന്ന സിനിമ ഗംഭീര വിജയമാവട്ടെ. ഇനിയും അതെ, ഉറപ്പായിട്ടും എല്ലാവരും സിനിമ കാണട്ടെ. അതും കൂടെ അതിന്റെ ഒപ്പം അഞ്ചക്കള്ളക്കാക്കാൻ ഹിറ്റാവട്ടെ. പ്രേക്ഷകരെ ഏറ്റെടുത്തോളൂ. ഇതാണ് ആ വ്യക്തി. നിങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അപ്പം മണികണ്ഠൻ അയ്യപ്പ എന്ന മ്യൂസിക് ഡയറക്ടർ. താങ്ക് യു സോ മച്ച്.